ഹലോ ഫ്രണ്ട്സ്, ഇതിപ്പോൾ കുഞ്ഞൂസ് ഉറങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം 7 മണിയായിട്ടുണ്ട് കേട്ടോ. അവൻ കുറച്ച് നേരം ഉറങ്ങിയിട്ട് എണീക്കും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ബാക്കിയുള്ള അടുക്കളത്തെ പണിയൊക്കെ ചെയ്ത് വെക്കാൻ വിചാരിച്ചു. ഇപ്പോൾ ഒക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ അടുക്കളയ്ക്ക് വരുമ്പോൾ തന്നെ ഒരു ഉഷാറുണ്ടാവുമല്ലോ പണിയെടുക്കാൻ. പിന്നെ നാളേക്കുള്ള മാവ് ഞാൻ അതിൻ്റെ ഇടയിൽ അരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകി ഇതൊക്കെ എടുത്ത് വെച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ. അപ്പോൾ അതും എല്ലാം കഴുകി ഒതുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ അടുക്കളയിൽ കയറി പണിയെടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അല്ലെ, അടുക്കളയിൽ കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി വരും. അല്ലാതെ മുഷിഞ്ഞ് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ആകെ ഇനി ഇതൊക്കെ ചെയ്യണ്ടേ എന്നുള്ള ഒരു മൂഡ് ഓഫ് ആയിരിക്കും നമുക്കല്ലേ. സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പണി നാളേക്കീന്ന് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറഞ്ഞ് എടുത്തു വെച്ചാൽ പിന്നെ അന്നത്തെ ദിവസം വൈകുന്നേരം വരെ പണി ചെയ്താലും കഴിയില്ല കേട്ടോ. എപ്പോഴാണ് കുഞ്ഞൂസിൻ്റെ സ്വഭാവം മാറുക പറയാൻ പറ്റില്ല. ഇപ്പം അവൻ വലുതാവുക കുറച്ച് വാശി കൂടുന്നുണ്ട്. എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുള്ളൂ, എടുത്തിട്ടേ നടക്കണം, പണിയെടുക്കണ്ട പറഞ്ഞിട്ട് പിന്നാലെ നടക്കും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുപോലെ ഇടയ്ക്ക് മാവൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സൗകര്യമായിരിക്കും കേട്ടോ. രാവിലെ ഇത്തിരി വൈകി എണീറ്റാലും നമുക്ക് എണീറ്റതും കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അവരുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശല്യമില്ലല്ലോ. പിന്നെ നമുക്ക് മെല്ലെ പണിയെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഞാൻ മുൻകൂട്ടി റെഡിയാക്കി വെക്കും കേട്ടോ എപ്പോഴും. പിന്നെ കൂട്ടാനുണ്ടായിരുന്നു ഉച്ചത്തെ, അപ്പോൾ അതൊക്കെ ചൂടാക്കണം ഇപ്പോൾ രാത്രിക്ക് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ചോറും വെക്കണം. ചോറ് കുറച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലിക്വിഡ് കഴിഞ്ഞപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കുപ്പിയിൽ ഒഴിച്ചേ. പിന്നെ പാക്കറ്റ് ഉണ്ടായിരുന്നു. നിങ്ങളിങ്ങനെ ചെയ്യുമോ? ഞാൻ എപ്പോഴും എന്തിൻ്റെ പാക്കറ്റ് ആണെങ്കിലും ശരി കേട്ടോ, അതായത് ലിക്വിഡുകളുടെയൊക്കെ ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഞാനത് മിക്സ് ചെയ്ത് എടുത്ത് വെക്കും. ആ കവറിന് ഫുള്ളായി ഞാൻ യൂട്ടിലൈസ് ചെയ്യും കേട്ടോ. ഒന്നും ബാക്കി ഉണ്ടാവില്ല. എന്തിനാ വെറുതെ വേസ്റ്റ് ചെയ്യണില്ലേ? 2 ദിവസം ഉപയോഗിക്കുക ലിക്വിഡ്. കവർ നമ്മളങ്ങനെ കളഞ്ഞത് പറ്റില്ലല്ലോ. പിന്നെ ചോറൊക്കെ മാറ്റി വേറെ പാത്രത്തിലാക്കിയിട്ട് കുക്കറിൽ വേഗം അരിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ചോറ് വയ്ക്കാൻ. ഞാനിവിടെ എപ്പോഴും കുക്കറിലാട്ടോ ചോറ് വയ്ക്കുന്നത്. ഞങ്ങൾ 3 ആളല്ലേ ഉള്ളൂ, 2 കുട്ടികളും ഞാനും. അപ്പോൾ പിന്നെ കുറച്ചല്ലേ അരി വേണ്ടുള്ളൂ. കുറേ നേരം ഗ്യാസ് കത്തിച്ച് കളയണ്ടല്ലോ. അടുപ്പില്ല അവിടെ, അതുകൊണ്ട് ഗ്യാസിൽ തന്നെ എല്ലാം വെക്കുക. അപ്പോൾ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് ആവുകയും ചെയ്യും. പിന്നെ അതങ്ങനെ വെച്ചിട്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ വേഗം കഴുകി ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ. സ്പീഡിൽ തന്നെ കഴുകണത്. ഇത് കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് വീഡിയോ, എന്നാലും ഞാൻ വേഗം വേഗം പണി കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ അടുത്ത് ബുക്കൊക്കെ എടുത്ത് വെക്കി നോക്ക് എന്നൊക്കെ പറയണേ. അപ്പോൾ പൊന്നൂസ് വെള്ളം വേണം പറഞ്ഞ് വന്നു. അപ്പോൾ അവൾക്ക് കൊടുക്കണതിൻ്റെ ഇടയിൽ ഞാനും വെള്ളം കുടിക്കണ്ടേ. എന്നിട്ട് മാളൂട്ടി നിനക്കും തരട്ടെ വെള്ളം എന്ന് പറഞ്ഞിട്ട് അവൾക്കും വെള്ളം എടുത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ അടുക്കളയിലെ ജോലി പറഞ്ഞാൽ എല്ലാം വൃത്തിയാക്കി ഒതുക്കി ഭംഗിയാക്കി വെക്കാനൊന്നും സാധിക്കില്ല കേട്ടോ. എല്ലാം കഴുകി വൃത്തിയാക്കുക, അങ്ങനെ ഒതുക്കി വെക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ പെർഫെക്റ്റായിട്ടൊരു കിച്ചണാക്കിയിട്ട് വെക്കാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ രാവിലെയൊക്കെ നീറ്റാക്കി വെക്കും, വൈകുന്നേരം ആകുമ്പോഴേക്കും പിന്നെ അതൊക്കെ എടുത്തെടുത്ത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. എന്താ വെച്ചാൽ അവൻ സമ്മതിച്ചില്ല പറഞ്ഞാൽ വാശി പിടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതൊക്കെ അങ്ങനെ തന്നെ കെടുക്കും. അപ്പോൾ ഇതുപോലെ ചില ദിവസങ്ങളിൽ അവൻ എക്സ്ട്രാ ഉറങ്ങുമ്പോൾ ബാക്കിയുള്ളതൊക്കെ നീറ്റാക്കി വെക്കാൻ പറ്റാവുന്നതൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ ഇത് ഫ്രൂട്ട്സ് വാങ്ങി കൊണ്ടുവന്നിട്ട് 2-3 ദിവസമായി. അപ്പോൾ ഈ കവറിൽ തന്നെ എടുത്ത് ഉപയോഗിക്കുമായിരുന്നു കേട്ടോ. ഈ കൊട്ടയിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ സമയമുണ്ടല്ലോ പറഞ്ഞ് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് കൊട്ടയിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പ്ലാസ്റ്റിക് കവറൊന്നും ഞാൻ പെട്ടെന്ന് കളയില്ല കേട്ടോ. എന്താ വെച്ചാൽ ഈ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ കവറിലാക്കി കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ പറഞ്ഞിട്ട് നല്ല പ്ലാസ്റ്റിക് കവറുകളൊക്കെ എടുത്ത് വെക്കും കേട്ടോ. പൊട്ടയാണെങ്കിൽ മാത്രം അത് കളയുള്ളൂ. അതിൻ്റെ ഇടയിൽ പൊന്നൂസ് വരുന്നുണ്ട് കേട്ടോ. അവളുടെ കാതിൽ സ്വർണ്ണ കമ്മലിട്ടിട്ട് തന്നെ ടൈറ്റായിട്ട് വേദനിക്കണമെന്ന് പറഞ്ഞ് ഊരി വെച്ചിരിക്കുകയാണ്. അത് ഓട്ട ഭയങ്കര ചെറുതാണേ. അപ്പോൾ വേറെ കമ്മലെടുത്തിട്ട് വാ പറഞ്ഞ് ഞാൻ വിട്ടാക്കി അവളുടെ അടുത്ത്. എന്നിട്ട് അവൾ വേറെ കമ്മലെടുത്തുകൊണ്ട് വന്നിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്തിരി വലിയ കമ്മലിട്ട് കൊടുത്തു. കാതിൻ്റെ ഓട്ട കുറച്ചൊന്ന് വലുതായിക്കോട്ടെ, ഇത്തിരി തൂങ്ങുമ്പോൾ കുറച്ച് വലുതാവുമല്ലോ പറഞ്ഞിട്ട് കുറച്ച് നേരം ഇട്ട് നടന്നോ പറഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അത് ഊരിത്താ, എനിക്ക് കാത് വേദനിക്കുന്നു പറഞ്ഞേ. പണികൾ കഴിഞ്ഞതും കുഞ്ഞൂസ് എണീറ്റു. അപ്പം 3 ഭക്ഷണം കൊടുത്തു. പിന്നെ മാളൂട്ടി അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കാട്ടുന്നുണ്ട് കേട്ടോ. അവിടെ രാത്രി ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.